നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. നാളെയാണ് സൂക്ഷ്മ പരിശോധന. സംസ്ഥാനത്ത് ഇതുവരെ ലഭിച്ചത് 607 നാമനിർദ്ദേശ പത്രികകളാണ്. 341 സ്ഥാനാർത്ഥികളാണ് ഇതുവരെ നാമനിർദ്ദേശ പത്രിക നൽകിയത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, കുറേ ദിവസങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രൊസീജിയറാണ്, അത് ഇന്ന് അവസാനിക്കുന്നു. ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം വളരെ വേഗം കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഓട്ടപ്രദർശനത്തിലായിരിക്കും. എന്ത് മനസ്സിലാക്കണം? തീർച്ചയായിട്ടും മുന്നണി സ്ഥാനാർത്ഥികളിൽ വലിയൊരു വിഭാഗം കഴിഞ്ഞ ശനിയാഴ്ചയ്ക്കുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയുമുണ്ട്. തിരുവനന്തപുരത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ പലരും ഇനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇന്ന് സമർപ്പിക്കുന്നുണ്ട്. കെ ശബരിനാഥൻ പത്രിക സമർപ്പിക്കണം. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സെൻട്രലിലെ സ്ഥാനാർത്ഥി സുധീർ കരമന, അരുവിക്കര ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ അടക്കമുള്ളവർ ഇന്ന് പത്രിക സമർപ്പിക്കും. BJPയുടെ തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥി കരമന ജയനും ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നത്. വൈകി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഏറെയും ഈ പത്രികാ സമർപ്പണം ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. മാത്രമല്ല വളരെ വേഗത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും നടപടിക്രമങ്ങളും ഉണ്ടായത്. വളരെ ചുരുങ്ങിയ ദിവസം രണ്ട് അവധി ദിവസങ്ങൾ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവസാന മണിക്കൂറുകളിലും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉണ്ടാകും. ഇന്ന് വൈകിട്ട് 3 മണി വരെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. 3 മണിക്ക് ആ സമയപരിധി അവസാനിക്കും. നാളെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. വ്യാഴാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. അതോടുകൂടി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ഇപ്പോഴും പലയിടങ്ങളിലും മുന്നണികൾക്ക് വിമത ശല്യമുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഇത് പരിഹരിച്ചു വരുന്നു. ഏറ്റവും ഒടുവിൽ വർക്കല വിമത സ്ഥാനാർത്ഥി വരുമെന്ന് BJP വളരെ ആശങ്കയോടെ നിന്നുകൊണ്ട് അവിടെ BDSന്റെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥി പിൻവലിച്ച് CPM നിന്നെത്തിയ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി അവിടെ BJP തങ്ങളുടെ പ്രവർത്തകരുടെ വികാരം മാനിച്ചു. കോൺഗ്രസിനും ചിലയിടങ്ങളിൽ അവർക്ക് വിമതന്മാരെ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ വിമത ശല്യമുണ്ട്. പക്ഷേ CPMലെ വിമതന്മാരൊന്നും പിന്മാറുന്ന വിമതന്മാർ, അതിൽ പ്രധാനപ്പെട്ട 4 നേതാക്കളാണ് UDFിലേക്ക് പോയി അവരുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത്. G സുധാകരനും PK ശശിയും കുഞ്ഞികൃഷ്ണനും അതുപോലെ ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ വിമത ഭീഷണിയുമായി CPMന് ഇപ്പോൾ രംഗത്തുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ വിമതന്മാരെ പിൻവലിക്കുക, അപരന്മാരുടെ വലിയൊരു കുത്തൊഴുക്ക് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. നമുക്കറിയാം, ഇത്തവണ ഒന്നുകൂടി മുറുകുന്ന പോരാട്ടമാകും സംസ്ഥാനത്ത് പൊതുവിലുണ്ടാവുക. BJP കുറച്ചുകൂടി ശക്തിയിലേക്ക് മാറിയ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും നേരത്തേക്ക് 5-6 മണ്ഡലങ്ങളിലാണ് ത്രികോണ പോരാട്ടമെങ്കിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടത്തിലേക്ക് മാറും. അതുകൊണ്ട് ഓരോ ഇടങ്ങളിലും BJPയുടെ സാന്നിധ്യം നിർണായകമാകും. അതുകൊണ്ട് തന്നെ ഈ അപരന്മാരെ കൂടി ഇറക്കി മുന്നണികൾ തങ്ങളുടെ ഭാഗ്യപരീക്ഷണത്തിനും എതിരാളികളുടെ വഴിയടയ്ക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമെന്നും ഉറപ്പാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞാൽ വ്യാഴാഴ്ച വരെയുള്ള സമയം മുന്നണി നേതൃത്വങ്ങൾ അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ ക്യാമ്പയിൻ നയിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഈ അപരന്മാരെ പിൻവലിപ്പിക്കാനുമുള്ള വിമതന്മാരുടെ ശല്യം അവസാനിപ്പിക്കാനുമുള്ള ശ്രമങ്ങളായിരിക്കും. ഏതായാലും ഇന്ന് 10 മണി മുതൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കും. 3 മണിയാണ് സമയം അവസാനിക്കുന്നത്. നെട്ടോട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച അവധി ദിവസത്തിൽ ഒരു ആലസ്യവുമില്ലാതെ സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇന്നലെ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പ്രചരണം മുന്നോട്ട് പോയത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായി ഭവന സന്ദർശനങ്ങളൊക്കെ എല്ലാ സ്ഥാനാർത്ഥികളും അതിരാവിലെ തന്നെ സജ്ജരാണ്. രഞ്ജിത്ത്, ഒപ്പം ഈ വിമതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും അത്തരം ഭീഷണികൾ കോൺഗ്രസിനുണ്ട്. പുനലൂരിലൊക്കെ ഈ കാര്യങ്ങൾ ഇന്നലെ സഞ്ചയിക്കാനൊക്കെ നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കാര്യമായി മുന്നോട്ട് പോകാനുള്ള സമയം കുറവാണ്. അതൊക്കെ ഇന്ന് തന്നെ സംഭവിക്കുകയും വേണം. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം. വളരെ വേഗത്തിൽ ഈ ആദ്യം വിമത ശല്യം, പിന്നീട് അപരശല്യം, ഇത് രണ്ടുമാണ് മുന്നണികൾക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാന വെല്ലുവിളിയായി വരാനുള്ളത്. കോൺഗ്രസിനൊക്കെ ഇനിയും, കാരണം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ വലിയ രീതിയിലുണ്ടായിരുന്നതാണ്. പലർക്കും ഈ സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ചവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അവർ തന്നെയാണ് ഈ വിമതന്മാരായി രംഗത്തുള്ളത്. അവരെ പിൻവലിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാകും ഇനിയുള്ള മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നയിക്കുന്നവരും അതുപോലെ തന്നെ മുന്നണി നേതാക്കളുമൊക്കെ പരമാവധി വിമതശല്യം അപരശല്യം ഒഴിവാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഓരോ പ്രചരണ അജണ്ടയും ഓരോ ദിവസവും മാറുന്നു. ഏറ്റവും ഒടുവിൽ ഡീൽ എന്ന ആരോപണമാണ്. CPM BJP ഡീലെന്ന് കോൺഗ്രസും CPMുമായി ഡീലെന്ന് BJPയും ഒക്കെ ആരോപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഏതായാലും
എന്താണ് ഡീൽ എന്ന കാര്യത്തിലൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരും. അപ്രവചനീയമായ ഫലങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകാം. വളരെ കടുത്ത പോരാട്ടങ്ങൾ നേരത്തെ ഉള്ളതിനേക്കാൾ പല മണ്ഡലങ്ങളിലും ഉണ്ടാകാനും ഇടയുണ്ട്. പ്രചരണ വിഷയങ്ങൾ ഓരോ സ്ഥലത്തും മറിയുമെന്ന് ഉറപ്പാണ്. സ്വർണ്ണക്കൊള്ള വിഷയം വീണ്ടും ശക്തമായി തന്നെ ഇന്നലെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ വരുന്ന സ്വർണ്ണക്കൊള്ള ഒന്നുകൂടി സജീവമായി. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ അത് അത്ര സജീവമായത്, പക്ഷേ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വിഷയം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം BJPയും കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്. CPM ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിലുമാണ്. സ്വർണ്ണക്കൊള്ള തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമായി മാറുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായതാണ്. പക്ഷേ ഒരു പതിഞ്ഞ താളത്തിലാണ് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഈ പ്രചരണം തുടങ്ങിയത്. പക്ഷേ അതൊന്നുകൂടി മുറുകി വരുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ശരി, KP ക്ഷമിക്കണം, ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ വേഗം സ്ഥാനാർത്ഥികൾക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം വേണം തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കാര്യമായി ഇറങ്ങാൻ. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. നമുക്കറിയാം, വേനൽ ചൂട് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട ചൂടും സജീവമാകുന്നത്. ഇന്ന് നാളെയോടുകൂടി ഏതാണ്ട് അന്തിമ ചിത്രം അറിയാൻ സാധിക്കും. സംസ്ഥാനത്തുടനീളം വലിയ തോതിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയുള്ള സമയപരിധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. 607ഓളം പത്രികകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. നൽകിയതാകട്ടെ 341 സ്ഥാനാർത്ഥികളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.